ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് എന്താ കറി ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ചപ്പോഴതാ നിൽക്കുന്നു. കണ്ടോ നമ്മുടെ ചക്ക. ഇത് കണ്ടോ, തൊട്ട് താഴെ തന്നെയാണ് പ്ലാവിൻ്റെ. ഈ പ്രാവശ്യം ചക്ക പിടിച്ചതൊക്കെ കണ്ടോ താഴെ, അതുകൊണ്ട് ഇടാൻ എളുപ്പമാണ്. അപ്പോൾ വേഗം ഒരു ചക്ക ഇട്ടിട്ട് നമുക്ക് ചക്ക എലിശ്ശേരി ഉണ്ടാക്കാം. ഇതാ ചക്കയൊക്കെ ഇട്ട് ഞാൻ ചുള പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ചക്ക കുഴയ്ക്കുന്നതിനേക്കാൾ ഇഷ്ടം എരിശ്ശേരി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ എരിശ്ശേരി ഉണ്ടാക്കുന്നത് നോക്കിയാലോ? വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനേ. ആദ്യം നമുക്ക് ഈ ചക്കയുടെ ചുളയെല്ലാം പറിച്ചെടുക്കാം. ചക്കയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനങ്ങനെ ഷേപ്പ് വേണമെന്നൊന്നുമില്ല, നന്നായിട്ട് വേവുന്ന ചക്കയാണ്. അപ്പോൾ നമുക്കിത് വേവിച്ചാലോ? ഈ ചെരുവത്തിനകത്താണ് ഞാനിത് വേവിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചക്ക എരിശ്ശേരിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം കൂടുതൽ ചേർക്കാം. കുഴയ്ക്കുമ്പോൾ നമ്മൾ വേവിക്കുന്ന പോലെയല്ല, കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. ചാറായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ചക്കയുടെ നെകക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണം. തീ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഒരിത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അതൊക്കെ ഒന്ന് തിളച്ച് ഒരു പകുതി വേവാകുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അടച്ച് വെച്ച് വേവിക്കാം. ചക്ക ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ. ചക്ക വെന്ത് വരുന്നുണ്ട്. എരിശ്ശേരിക്ക് തേങ്ങ അരയ്ക്കാൻ പോകും. ഇതിനകത്ത് തേങ്ങായ, പച്ചമുളക്, 2 വെളുത്തുള്ളി, 2 ജീരകം, കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ട് അരയണ്ട, എന്നാൽ ഒരുവിധം അരയുകയും ചെയ്യും. ആ പരുവത്തിലായിരിക്കണം അരയ്ക്കുന്നത്. കണ്ടോ, ഈ പരുവത്തിലായിരിക്കണം അരയ്ക്കുന്നത്. ചക്ക വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർക്കാം. ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ ഒഴിച്ച് കൂട്ടുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ പരുവത്തിൽ വേണം ഇരിക്കാൻ. ഞാൻ തിളക്കട്ടെ. ചക്ക എരിശ്ശേരി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കണം. അതെന്താണെന്ന് പറയട്ടെ? ചക്കണ്ട കുരുമുളക് പൊടി. ഇതാണ് ചക്ക എരിശ്ശേരിയുടെ പ്രധാന ഐറ്റം. അപ്പം നമുക്കതൊരു 1/4 സ്പൂണ് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു മണമാണ് വരുന്നത്, കുരുമുളകിൻ്റെയും. കണ്ടോ, നമ്മുടെ ചക്ക എരിശ്ശേരി റെഡി ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് താളിച്ചിട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. കടുക് താളിക്കാൻ പോകുന്നത്. എണ്ണയൊക്കെ കുറച്ച് വെച്ചാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ചൂടണ്ടിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചുവക്കെ മൂക്കണം. തേങ്ങ നല്ല ചുവക്കെ വറുത്തെടുക്കണം. കണ്ടോ, ഇതുപോലെ മൂപ്പിക്കണം. നമുക്ക് എരിശ്ശേരിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എരിശ്ശേരി അടച്ചു വയ്ക്കണം.